വൈകിട്ട് 5 മണിയായപ്പോൾ കോള് വന്ന ആൾ മോട്ടർ അടിച്ചിട്ട് മോട്ടർ വെള്ളം എടുക്കുന്നില്ല, മോട്ടർ ഓൺ ആകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കോള് വന്നത്. അപ്പോൾ നമ്മൾ ചെന്ന് നോക്കി കഴിയുമ്പോൾ അതിൻ്റെ വൈൻഡിങ്ങും വാട്ടർ സീലും എല്ലാം പോയിട്ടുണ്ട്, ബെയറിങ്ങും പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കസ്റ്റമറോട് പറഞ്ഞു ഈ നന്നാക്കണതിന് പകരം പുതിയൊരു മോട്ടർ മേടിച്ച് വെക്കുകയായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ കസ്റ്റമർ ആയിക്കോട്ടെ പുതിയൊരു മോട്ടർ മേടിച്ച് വെക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കടയിൽ പോയി സെലക്ട് ചെയ്തൊരു സബ്മേഴ്സൽ പമ്പ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് മേഹയുടെ പമ്പാണ് മേടിച്ചുകൊണ്ട് വന്നത്. ഹൈ ഹെഡുള്ള പമ്പാണ്. 4500 രൂപ സംതിങ്ങാണ് ആ മോട്ടറിൻ്റെ വില വരുന്നത്. നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റ് അരമണിക്കൂറോളം എടുത്ത് മോട്ടർ ചാലു ചെയ്ത് നമ്മൾ കസ്റ്റമറിൻ്റെ വീട്ടിൽ ഇറങ്ങുകയും ചെയ്തു. കസ്റ്റമർ ഹാപ്പി ആവുകയും ചെയ്തു. നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ എൻ്റെ സംസാരം കഴിഞ്ഞു, ഇത് വോയിസ് ഓവറാണ്. അപ്പോൾ ബാക്കിയത്തെ നേരിട്ട് കാണാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എനിക്ക് അധികം വീഡിയോയിൽ സംസാരിച്ചത് എനിക്ക് പരിചയമില്ല, വോയിസ് ഓവർ ചെയ്തിട്ട് എനിക്ക് പരിചയമില്ല, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ എടുക്കാത്തത്. പ്ലീസ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. അരമണിക്കൂർ മോട്ടർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ടൈം പോവുകയും ചെയ്തു. നമ്മൾ 6 മണിയായി കഴിഞ്ഞപ്പോൾ നിലവിൽ റെഡിയാക്കി നമ്മൾ സെറ്റാക്കി പോന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാ പ്രശ്നം വെച്ചാൽ ഇരുട്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഇരുട്ടാവുന്ന ഒരു സ്വഭാവം ഇപ്പോൾ നമ്മുടെ പ്രകൃതിയിലിട്ട്, അതുകൊണ്ടാണ് നേരത്തെ ഇരുട്ടായത്. നമ്മൾ പെട്ടെന്ന് തന്നെ ഇരുട്ടാണേലും പെട്ടെന്ന് തന്നെ അവർ തീർത്തു. അത്രയ്ക്ക് എമർജൻസി ആയതുകൊണ്ടാണ് അത്ര പെട്ടെന്ന് തീർത്തത്. ഒരു തുള്ളി വെള്ളം പോലും ടാങ്കിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അവർ രാവിലെ തൊട്ട് ബുദ്ധിമുട്ട് നടന്നതാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് കോൾ വന്നത് 5 മണി ആയി കഴിഞ്ഞപ്പോഴാണ്. വേറെ കുറേ പേരെ വിളിച്ച് നോക്കി. അപ്പോൾ മറ്റേ മോട്ടർ നന്നാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു, പുതിയ മോട്ടർ മേടിക്കുന്ന കേസ് പറഞ്ഞു. അപ്പോൾ അവിടെയുള്ളവരെ വിളിച്ചിട്ട് വന്നില്ല. അപ്പോൾ അവർക്ക് ലാസ്റ്റ് ഞങ്ങൾ ഗൂഗിളിൽ നമ്പർ തപ്പിയെടുത്ത് ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ ചെന്ന് പുതിയ മോട്ടർ സജസ്റ്റ് ചെയ്തു. അപ്പോൾ പുതിയ മോട്ടർ വെക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചേക്കുന്നത് പറയുകയാണെങ്കിൽ 1.5-ൻ്റെ 3 കോർ ഫ്ലാറ്റ് കേബിളാണ് ഇതിനകത്തേക്ക് ഉപയോഗിച്ചേക്കുന്നത്. ഒരു 10 മീറ്ററോളം ഫ്ലാറ്റ് കേബിൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കൺട്രോൾ പാനൽ ബിന്ദുവിൻ്റെ അല്ല, അതിൻ്റെ ഒപ്പം കിട്ടുന്ന കൺട്രോൾ പാനലാണ് നിലവിൽ. പിന്നെ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇൻസുലേഷൻ ചുറ്റുന്നതാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് ലെയർ ഇൻസുലേഷൻ ടൈപ്പ്, നെക്സ്റ്റ് വാട്ടർ ടൈപ്പ്, ദെൻ വീണ്ടും ഇൻസുലേഷൻ ടൈപ്പ്. ഇങ്ങനെയാണ് സാധാരണ വാട്ടർ ടൈപ്പ് ചുറ്റുന്നത്. ഒരു എയർ പാസിങ് പോലും ആ ജോയിൻറ്റിൽ കയറാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീമിങ് കളർ സെറ്റാക്കിയിട്ട് വേണം സെറ്റാക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ എന്താ പ്രശ്നം ചെയ്യാം, ഒരു 6 മാസം കഴിയുമ്പോൾ വീടിൻ്റെ അകത്ത് ELCB തമ്മിൽ ട്രിപ്പായിക്കൊണ്ടേയിരിക്കും. കാരണം പിന്നെ അത് കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. ഈ ELCB ട്രിപ്പ് ആവുന്നതിൻ്റെ റീസൺസ് പെട്ടെന്ന് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഓരോ ടെസ്റ്റ് മീറ്റർ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇതെവിടെയാണെന്നുള്ളത് അറിയാൻ പറ്റത്തില്ല. കാരണം ന്യൂട്രലിൽ എർത്ത് ലീക്കേജ് ആയി കഴിഞ്ഞാലും ന്യൂട്രൽ വഴിയാണ് പോകണമെങ്കിലും നമുക്ക് ELCB MCB വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിൽ പ്രത്യേക കണ്ടിന്യൂറ്റി മീറ്റർ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുള്ള കണ്ടുപിടിക്കാനായിട്ട് ക്ലാമീറ്ററൊക്കെ വെച്ചിട്ട് വേണം ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഭയങ്കര ജോയിൻറ്റ് വളരെ സൂക്ഷിക്കേണ്ട കേസാണ്. ജോയിൻറ്റും അതുപോലെ നമ്മൾ കെട്ടും മോട്ടർ എപ്പോഴും സ്റ്റേബിളായിട്ടിരിക്കണം. അതായത് വെള്ളത്തിൽ കുറച്ച് പൊക്കി കെട്ടുന്നത് നല്ലതാണ്. കാരണം പൊക്കി കെട്ടുമ്പോൾ അതിൻ്റെ തറയിൽ സെറ്റായിട്ടിരിക്കും. അല്ലെങ്കിൽ പിന്നെ ചെരിഞ്ഞോ പറഞ്ഞോ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ബുഷിൽ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതായത് ഒരു 10-15 വർഷം ഓടുന്ന മോട്ടർ ചിലപ്പോൾ ഒരു 5 വർഷമൊക്കെ ആയിരിക്കും കിട്ടുള്ളൂ. ബുഷ് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ, മോട്ടർ ചെരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അതിനകത്ത്. പിന്നെ ഓസ്കോൾറയിൽ എന്തായാലും അതിനകത്ത് സോൾവെൻ്റ് അല്ല, ഷെല്ലാക്ക്, ടെഫ്ലോൺ ടൈപ്പ് അല്ലെങ്കിൽ കോട്ടൺ വേസ്റ്റ് ഇത് ചുറ്റിയതിന് ശേഷം ഭയങ്കരമായിട്ട് ചൂടാക്കി അതിലേക്ക് ഉരുക്കി കയറ്റേണ്ടതാണ്. അല്ലെങ്കിൽ പിന്നെ എന്താ കുറേ നാൾ കഴിയുമ്പോൾ ലൂസായി ക്ലാമ്പ് ലൂസാവും, പിന്നെ മോട്ടർ തള്ളിപ്പോവും. അപ്പോൾ തള്ളിപ്പോകാതിരിക്കാനാണ് നമ്മൾ ഷെല്ലാക്കും കോട്ടൺ വേസ്റ്റൊക്കെ ആഡ് ചെയ്യുന്നതിനകത്ത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഇത്തരം കാര്യങ്ങളാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടറിനകത്ത് വെള്ളം ഒഴിക്കണം. അതായത് നമ്മൾ വൈൻഡ് ചെയ്ത് ഒരു ഐബോൾട്ട് ഉണ്ട്, ആ 2 ഐബോൾട്ട് തുറന്നിട്ട് അതിൻ്റെ അകത്തേക്കാണ് വെള്ളം ഒഴിക്കണം. വെള്ളം അല്ലെങ്കിൽ അതിനകത്ത് കൂളൻ്റ് ഒഴിക്കാതിരിക്കും ഏറ്റവും ഉചിതം. അവിടെ കൂളൻ്റ് കിട്ടാൻ ഭയങ്കര പാടായതുകൊണ്ട് ഞങ്ങൾ വെള്ളമാണ് ഒഴിച്ചത്. കൂളൻ്റ് ആണെങ്കിൽ പെട്ടെന്ന് തുരുമ്പോ അങ്ങനെയുള്ള മോയിസ്റ്ററോ അങ്ങനെയൊന്നും പെട്ടെന്ന് പിടിക്കില്ല. ഒരു വൈരെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഏറ്റവും ബെറ്റർ ഇതായിരിക്കും, കൂളൻ്റ് ആയിരിക്കും നല്ലത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ, മറക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ബാക്കി കാണാം. എനിക്ക് അത്രയും പറഞ്ഞെനിക്കറിയാവുള്ളൂ. ഇത് നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്നതായതുകൊണ്ട് എനിക്കത്ര പറയാനറിയത്തില്ല. നമ്മൾ ചെയ്യുന്നുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് പറഞ്ഞൊരു ശീലമില്ല. അതാണ് പ്രശ്നം. നമ്മൾ പ്രാക്ടിക്കലാണ് കൂടുതലും, തിയറി അത്ര ഇതില്ല.
അത് പ്രശ്നം. നമ്മൾ പറഞ്ഞു തരാനായിട്ട് നാളെ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് വീഡിയോയിൽ അങ്ങനെ പറയാൻ അറിയത്തില്ല, അതാണ് പ്രശ്നം. ഓക്കെ. അതിപ്പോൾ എത്ര വന്നിട്ടാണ് അതിൻ്റെ പേര് ഭയങ്കര ശക്തി ഉള്ളത്. വെള്ളമില്ല. Sino tinatati mo? Wala. Có xe vậy. हाँ